ലോകപ്രശസ്തമായ ക്രൈസ്തവ കൂട്ടായ്മ നടക്കുന്ന മാരാമണ്ണ് കോഴഞ്ചേരി പഞ്ചായത്തിലാണ്. അതിനോടൊപ്പം തന്നെ കോഴഞ്ചേരി സമീപത്താണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ. ഇതിനോടൊപ്പം തന്നെ ഏറെ അധികം പ്രവാസികൾ താമസിക്കുന്ന കുമ്പനാടും കോഴഞ്ചേരിയും അടുത്തടുത്താണ്. പക്ഷെങ്കിൽ ഈ പഞ്ചായത്തിൽ കാലാകാലങ്ങളിൽ ഇടതുപക്ഷമോ അല്ലെങ്കിൽ കോൺഗ്രസോ എന്തോ ആയിക്കോട്ടെ, മൊത്തത്തിലൊരു വികസന മുരടിപ്പാണ്. ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ശബരിമല തീർത്ഥാടകരും അതുപോലെ തന്നെ മഞ്ഞിനിക്കര പരുമല പദയാത്രകളെല്ലാം കടന്നു പോകുന്ന ഈ മേഖലകളിൽ വികസന മുരടിപ്പാണ്, റോഡ് ഉൾപ്പെടെയുള്ളവ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കോഴഞ്ചേരിയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുകയാണ്. കൊച്ചുമോൻ, എങ്ങനെയാണ് ഇവിടുത്തെ ഈ വികസന മുരടിപ്പിനുള്ള കാരണങ്ങൾ? ഒരു വിവരാവകാശ പ്രവർത്തനം എന്ന നിലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ആളെന്ന നിലയിൽ. ഇപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ കൺവെൻഷൻ, കൂട്ടത്തിൽ ആറന്മുള വള്ളംകളിയും കോഴഞ്ചേരിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കിടക്കുന്ന ഒരു സ്ഥലമാണ് കോഴഞ്ചേരി. അപ്പോൾ ആ കോഴഞ്ചേരിയിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് വേണ്ടത്, ആ കോഴഞ്ചേരി പാലം പണി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കോഴഞ്ചേരി വള്ളം ഇരിക്കുന്നത് തന്നെ പാലത്തിൻ്റെ തൊട്ടടുത്താണ്, ആ പാലം പണിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ആ പാലം പണി പൂർത്തിയാക്കുവാൻ ഏകദേശം 2017 അലൈൻമെൻറ്റ് കഴിഞ്ഞ് 2018 പണി തുടങ്ങിയിട്ട് 2025 കഴിയുന്നു. ഇപ്പോഴും 4 കാലയിൽ മാത്രമാണ് പാലം നിൽക്കുന്നത്. അതിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ കൃത്യമായി അതിൻ്റെ വിവരാവകാശം ആദ്യകാലത്ത് തന്നെ എടുത്തപ്പോൾ 22 കോടി രൂപയുടെ പ്രൊജക്റ്റ്, അതിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള പ്രൊജക്റ്റാണെന്നാണ് വിവരാവകാശത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. 22 മാസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 8 വർഷമാകും. അപ്പോൾ ആ പാലം പണി അടിയന്തരമായി പൂർത്തിയാക്കണം. അതിന് LDFിൻ്റെ CPMൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിന് വേണ്ട നടപടികൾ ഉടനെ ഉണ്ടാകണം. അതായത് ഏറ്റവും കൂടുതൽ പറയാനുള്ള അവിടുത്തെ ആ ചന്ത, അവിടെ ആ നവീകരണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അല്ലേ? അതായത് കോഴഞ്ചേരി ചന്ത, ചരിത്രപ്രസിദ്ധമായ കോഴഞ്ചേരി ചന്ത, വള്ളത്തേൽ ഇവിടുന്ന് കടത്ത് ഉള്ള സമയത്ത് വള്ളത്തേൽ ഇവിടുന്ന് സാധനം ആലപ്പുഴയ്ക്കൊക്കെ പോകുന്നത് ആ കോഴഞ്ചേരി ചന്തയിൽ നിന്നായിരുന്നു. അപ്പോൾ എന്താണ് ഉണ്ടായത്? കോഴഞ്ചേരി ചന്ത പൊളിച്ച് ഈ പാലം പണിക്ക് വേണ്ടി 2020 പൊളിച്ചു. 2020 കോവിഡ് കാലമായിരുന്നു. അന്ന് കോഴഞ്ചേരി പഞ്ചായത്ത് ഭരിച്ചിരുന്നത് LDFിൻ്റെ CPMൻ്റെ നേതൃത്വമുള്ള LDF ഭരണസമിതിയാണ്. അവർ പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നു. ഞങ്ങൾ ആവുന്നതെന്ന് അവരോട് പറഞ്ഞാണ്, ഈ പാലത്തിൻ്റെ പണി ഇങ്ങോട്ട് കയറി വരുമ്പോൾ പൊളിച്ചാൽ മതി, അതിൻ്റെ നഷ്ടപരിഹാരം നമുക്ക് റവന്യൂവിനോടും കളക്ടറോടും അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിനോടും ചോദിക്കണം. ഇതൊന്നും കൂട്ടാക്കാതെ അവർ പൊളിച്ചു കളഞ്ഞു. കോഴഞ്ചേരി ചന്തയ്ക്ക് കൃത്യമായിട്ട് അന്നത്തെ 2020 55 ലക്ഷം രൂപ കോഴഞ്ചേരി പഞ്ചായത്തിന് വാടക കിട്ടിക്കൊണ്ടിരുന്ന, ഇപ്പോൾ ഏകദേശം ഒരു 75 ലക്ഷം രൂപ വാടക കിട്ടിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്താണ്, കോഴഞ്ചേരി ചന്ത പൊളിച്ചു കളഞ്ഞുകൊണ്ട് റോഡ് സൈഡ് മുഴുവൻ അനധികൃത കച്ചവടമായി. തട്ടുകടകൾ പോലെ ചെറിയ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി ചന്തയില്ല, കച്ചവടം നടത്താൻ അവർ പല സ്ഥലങ്ങളിൽ കൊച്ചു കടകളിൽ കൂട്ടി അവരുടെ ജീവിതമാർഗ്ഗം നോക്കുവാണ്. അത് കോവിഡും കാലവും ഒക്കെ പ്രയാസമൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് മറ്റു മാർഗ്ഗങ്ങളില്ലാതായി. കൂടാതെ എന്താണ്, ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പദ്ധതി, അതായത് പഞ്ചായത്ത് സ്റ്റേഡിയം എന്ന് പറയുന്നു. ഏകദേശം 40 വർഷമായി സ്ഥലം ഇങ്ങനെ മണ്ണിട്ട് നികത്തി സ്റ്റേഡിയം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നു. എന്താണ് ഇത്? CPMൻ്റെ നേതൃത്വത്തിലുള്ള മുൻ LDFിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഒരു മാലിന്യ പ്ലാന്റ് കൊണ്ടുവച്ചു ഈ പഞ്ചായത്ത് സ്റ്റേഡിയം എന്ന് പറയുന്നിടത്ത്. പിന്നെ കുറേ കൊച്ചു കെട്ടിടങ്ങളും ഇവിടെ വന്നു. അതോടെ ഈ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഈ കായികപരമായ ഒരു പ്രവർത്തനവും ഇല്ലാതായി. ഒടുവിൽ ഇപ്പം കോഴഞ്ചേരിയിൽ ഒരു 5 മാസമായുള്ളൂ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി കയറിയിട്ട്. ആ ഭരണസമിതി ഒരു ദീർഘവീക്ഷണത്തോടെ കോഴഞ്ചേരിയുടെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര പദ്ധതിയായ നബാർഡിൽ നിന്ന് 25 കോടി രൂപയുടെ ഫണ്ട് കിട്ടും ആധുനിക മത്സ്യ മാർക്കറ്റ് പണിയുന്നതിനെന്നുള്ളത് അറിഞ്ഞ് നമ്മൾ ആ പേപ്പർ വർക്കുകൾ MPയുമായി ചേർന്ന് കോഴഞ്ചേരി പഞ്ചായത്തിലെ ഭരണസമിതിയുമായി ചേർന്ന് മുമ്പോട്ട് നീക്കിയപ്പോൾ എന്താണ് ഉണ്ടായത്? ആദ്യം പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി 13 മെമ്പർമാരും പാസ്സാക്കി. അതിൽ LDF, UDF, BJP എല്ലാവരും ഉണ്ടായിരുന്നു. അവർ ആ വികസനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പാസ്സാക്കി. അന്നേരം ഞങ്ങൾ അറിയുവാൻ കഴിഞ്ഞത് CPMൻ്റെ നേതൃത്വത്തിൽ LDF വിളിച്ചു കൂട്ടുകയും അവർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ പണി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പേര് കിട്ടും. അത് മുടക്കുവാൻ വേണ്ടി അതിൻ്റെ DPRൻ്റെ പ്രൊജക്റ്റ്, അതായത് DPRനെ ഒരു ഏജൻസിയെ ഏൽപ്പിക്കണം. ആ ഏജൻസിയെ ഏൽപ്പിക്കണമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ആ കമ്മിറ്റി അവരത് എതിർത്തു. അവരതിന് വിയോജനം എഴുതി. സെക്രട്ടറിയെ കൊണ്ട്, സർക്കാരിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് സെക്രട്ടറിയെ കൊണ്ട് വിയോജനം എഴുതിച്ചു. അതേ പദ്ധതി, അതായത് ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതേ പദ്ധതി ആലുവ കോർപ്പറേഷനിൽ 50 കോടിയുടെ പദ്ധതിക്ക് അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ തറക്കല്ലിട്ടു. അപ്പം കോഴഞ്ചേരിയിൽ ഒരു നയവും ആലുവയിൽ അവർ LDFിൻ്റെ കോർപ്പറേഷൻ ആയതുകൊണ്ട് അവിടെ വേറൊരു നയം. കോഴഞ്ചേരിയിൽ വികസനം വേണ്ടേ? കൂടാതെ നമ്മുടെ സ്റ്റേഡിയത്തിന് കിഴക്കുവശത്തുള്ള നിലം അക്വയർ ചെയ്യുന്നതിന് ഏകദേശം 7.25 ലക്ഷം രൂപ 20 വർഷം മുമ്പ് റവന്യൂവിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ആ സ്ഥലം ഏറ്റെടുത്ത് നമ്മൾ കോഴഞ്ചേരിയിൽ ഉദ്ദേശിക്കുന്നത് UDFിൻ്റെ ശക്തമായ ഒരു ഭരണസമിതി വന്നാൽ, ഒറ്റക്കക്ഷിയായിട്ടൊരു ഭരണസമിതി വന്നാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവിടെ കുട്ടികളുടെ ഒരു കളിസ്ഥലം, കുട്ടികളുടെ ഒരു പാർക്ക്,
ഒരു 15 ഏക്കർ വസ്തു ഏറ്റെടുത്ത് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോഴഞ്ചേരിയുടെ വികസനം കൂടാതെ വണ്ടിപ്പേട്ട നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം നമ്മുടെ നാട്ടിലെ മുഴുവൻ പേർക്കും അറിയാം, തർക്കം നിലനിൽക്കുന്ന ഒരു വസ്തുവാണ്. പിന്നെ പാലവുമായി ബന്ധപ്പെട്ട അപ്രോച്ച് റോഡ് അവിടെ വരുന്നു. ഒരു സ്വകാര്യ വ്യക്തിക്ക് വസ്തു അവിടെ 3.5 ഉണ്ടെന്നുള്ള തർക്കം നിൽക്കുന്നു. അപ്പുറത്തെ പോസ്റ്റ് ഓഫീസിന് വഴി വേണം. ഇപ്പം പാലം വന്നപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ട് വശം ഇടിച്ചു കളഞ്ഞു. അപ്പോൾ അവർക്ക് വഴിയില്ല. അപ്പുറത്തോട്ടുള്ള സ്വകാര്യ വ്യക്തികൾക്കുള്ള വഴി. എങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിലെ ഒരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഷോപ്പിംഗ് മാളും മുകളത്തെ നിലയിൽ ഒരു തിയേറ്ററും. ഇത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്, കോഴഞ്ചേരിയുടെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട്. ഈ പത്തനംതിട്ട മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വരുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം, 4 നഗരസഭകളിലെ അധ്യക്ഷ സ്ഥാനം എല്ലാം വനിതകൾക്കാണ്. അപ്പം വോട്ടർമാരെ അതല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ ജയിക്കണോ തോൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് വനിതകളാണ്. ഈ ആരോഗ്യ മേഖലയിൽ, കുടിവെള്ള മേഖലയിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ വോട്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് കോഴഞ്ചേരി മണ്ഡലത്തിന്റെ. അപ്പം ശരിക്കും പറഞ്ഞാൽ കുടിവെള്ളം ജലജീവൻ മിഷൻ പദ്ധതി കൊണ്ടുവന്നെങ്കിൽ പോലും പല ഭാഗത്തും പൈപ്പ് പൂട്ടിയിട്ടിട്ട് ആ പദ്ധതി ഒരിക്കലും പൂർണ്ണമായിട്ട് നടത്താനായിട്ട് ഈ സർക്കാരിന് സാധിച്ചില്ല. ഞാൻ ഇപ്പം പ്രദാനം ചെയ്യുന്നത് കൊരക്കുമല വാർഡിൽ നിന്നാണ്. അവിടെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടെങ്കിൽ പോലും ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം പൈപ്പ് ഇട്ട് ഒരു കുറച്ചു മാത്രം ഏറിയാൽ മാത്രം ഇട്ടിട്ട് കണക്ഷൻ കൊടുക്കാതെ 5-ാം വാർഡിന്റെ ഒരു വ്യക്തിയുടെ പുരയിടത്തിലേക്ക് പൈപ്പ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് പോയാൽ അത് കാണാനായിട്ട് സാധിക്കും. അപ്പം ആ പദ്ധതി ഒരിക്കലും ഇവിടെ പരിപൂർണമായിട്ട് ചെയ്യാനായിട്ട് ഈ സർക്കാർ ഉപയോഗിച്ചില്ല. അതിലുപരി ഈ കോൺട്രാക്ട് എടുത്തേക്കുന്ന വർക്കർമാർക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് അവർ പണി നിർത്തി വെച്ചിട്ട് പോയിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം പല വാർഡുകളിലും റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ടിട്ട് 4-5 പ്രാവശ്യം വന്ന് എസ്റ്റിമേറ്റ് എടുത്തിട്ട് പോയതല്ലാതെ യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ജനങ്ങൾക്ക് സുരക്ഷതയോ അവരുടെ സ്വത്തിനോ ജീവനോ രക്ഷ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുള്ള ഒരു സർക്കാർ സംവിധാനമല്ല ഇപ്പം നിലവിലുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ജനങ്ങളെ ആശ്രയിക്കുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ്. അപ്പം ആ ജില്ലാ ആശുപത്രിയുടെ ശോച്യാവസ്ഥ എങ്ങനെയാണ്? ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്. നമ്മുടെ സ്ഥലം MLA വീണ ജോർജിൻ്റെ മണ്ഡലമാണിത്. നമ്മുടെ ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ നമുക്കിവിടെ ഉണ്ട്. പക്ഷേ ജില്ലാ ഹോസ്പിറ്റൽ നമുക്ക് പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് വേണ്ടിയ ഒരു സംവിധാനങ്ങളും ഹോസ്പിറ്റലിനെ സംബന്ധിച്ചില്ല. നല്ല ഡോക്ടേഴ്സ് ഇല്ല, മരുന്നുകളില്ല. തീരെ നിസ്സാരം പാവങ്ങൾ അവിടെ ചെന്നാൽ ഒരു സിറിഞ്ച് എടുത്ത് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോലെയുള്ള ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. നമ്മൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് കേസോ എമർജൻസി ഒരു അസുഖം വന്ന് നമ്മൾ പെട്ടെന്ന് സാധാരണക്കാരും പാവങ്ങളുമായ ആൾക്കാരെ പെട്ടെന്ന് നമ്മൾ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അവിടെ ചെന്ന ഉടനെ അവർ വിടുന്നത് ഇവിടെ അതിനുള്ള സംവിധാനങ്ങളില്ല. നിങ്ങൾ പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ്, കാരണം അവരെ സംബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിടാൻ പറ്റത്തുള്ളൂ. കാരണം അവരുടെ ആ രോഗിയെ, കാരണം അവർക്ക് ജീവനോട് തിരിച്ച് കിട്ടേണ്ടിയുണ്ട്. ആ പാവങ്ങൾ പിടിച്ച ആൾക്കാർ പെട്ടെന്ന് അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുകയാണ് പതിവ്. കാരണം അവർക്ക് അതേ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് അവരുടെ ആളിനെ തിരിച്ചു കിട്ടണം. കാരണം വളരെയധികം രീതിയിലാണ് നമ്മുടെ ജില്ലാ ആശുപത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയുടെ കാര്യം എനിക്കൂടെ ഒന്ന് പറയാനുണ്ട്. ജില്ലാ ആശുപത്രിയിൽ ഇപ്പം ശ്രീമതി ലതാ ചെറിയാൻ പറഞ്ഞ പോലെ ഒരു ജില്ലാ ആശുപത്രി എന്നൊക്കെ പറഞ്ഞാൽ എറണാകുളത്തൊക്കെ ഒരു മിനി മെഡിക്കൽ കോളേജാണ്. കോഴഞ്ചേരിയിലെ അവസ്ഥ എന്താണ്? യൂറോ ഇല്ല, ന്യൂറോ ഇല്ല, കാർഡിയോ ഇല്ല, നെഫ്രോ ഇല്ല, ഗ്യാസ്ട്രോ ഇല്ല. ഇതുപോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ ചികിത്സിച്ച് ഭേദമാക്കുക. ഒരു ന്യൂറോയുടെ ഒരു സ്ട്രോക്ക് വന്ന ഒരാൾ വന്നാൽ അങ്ങനെ ചെയ്യുക. ഇതിനുള്ളൊരു സാഹചര്യങ്ങളില്ലാതെ വരുമ്പോൾ ജനങ്ങൾ വളരെ പ്രയാസത്തിലാകും. അന്നേരമാണ് അവർ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളെ സാമ്പത്തികമായ പ്രയാസം നിൽക്കുന്നവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിലും വലുതായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഏകദേശം 1.5 കോടി രൂപ മുടക്കി കോവിഡ് കഴിഞ്ഞപ്പോൾ ഓക്സിജൻ പ്ലാന്റ് അവിടെ പണിഞ്ഞു. ആ ഓക്സിജൻ പ്ലാന്റ് പൊട്ടിത്തെറിച്ചു. വിദേശത്തുനിന്ന് സാധനം വന്ന് ചെയ്തതാണ്. ഒരു അന്വേഷണവും ഇതുവരെ നടന്നില്ല. ഞങ്ങൾ നിരവധി സമരപരിപാടികളും വിജിലൻസി പരാതികളും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഒരു അന്വേഷണവും അവിടെ ഇതുവരെ നടന്നിട്ടില്ല. 1.5 കോടി രൂപ ജനങ്ങളുടെ വെറുതെ ആയിപ്പോയി. കൂടാതെ കോവിഡ് കാലത്ത് നടത്താൻ വൻ അഴിമതിയെപ്പറ്റി നിരവധി സമരപരിപാടികളും പരാതികളും അപേക്ഷകളും എല്ലാം മന്ത്രിക്കും വകുപ്പ് സംവിധാനങ്ങൾക്കും എല്ലാം കൊടുത്തു. ഒരു നടപടി ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കോഴഞ്ചേരി കുമ്പനാട്. പല വീടുകളും അടഞ്ഞു കിടക്കുകയാണ്. ഒരു മൈഗ്രേഷൻ ഉണ്ടാകുന്നു. മനസ്സിലായി? എങ്ങനെയാണ് പുതിയൊരു ഭരണ സംവിധാനം അധികാരത്തിൽ വരുമ്പോൾ ഉള്ള ഒരു കാഴ്ചപ്പാട്? ഇവിടെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. ഇവിടെ എത്ര ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും? ഇവിടെ നല്ലൊരു കോളേജുണ്ട്. ഇവിടെ കോളേജിലെ രാഷ്ട്രീയം കൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും നല്ല പഠിക്കുന്ന കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ടോ?
അവരന്നേരം തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോവാണ്, അവർ വിദേശത്ത് പഠിക്കാൻ പോവാണ്, അവർക്ക് ഇവിടെ ജോലിയില്ല. ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് എന്താണ് ഇവിടുത്തെ ചെറുപ്പക്കാരെ കരുതിയിട്ടുള്ളത്? ഇവിടെ തൊഴിലില്ലായ്മ വലിയൊരു പ്രധാന വിഷയമാണ്. പ്രത്യേകിച്ച് കോഴഞ്ചേരി പഞ്ചായത്തിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ വോട്ടേഴ്സ് കുറവാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബൂത്തിൽ തന്നെ 500 ഇതുണ്ട്, ഒരു പകുതി ആൾക്കാരേ ഉള്ളൂ, ബാക്കി അടച്ചിട്ടേക്കാണ്, അവർ മൈഗ്രേറ്റ് ചെയ്ത് പോയി. ഇവിടെ തൊഴിലില്ലായ്മ വലിയൊരു വിഷയമായിട്ട് മാറിയിരിക്കുക. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു പദ്ധതിയും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ LDF ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല. ആ സമയം ഇനി വരുന്ന UDF ഗവൺമെന്റ് ഇതിനെല്ലാം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ മാറ്റി തന്നെ കൊടുത്ത് ഇവിടെ നല്ല തൊഴിൽ, നല്ല IT മേഖലകൾ, ഇപ്പോൾ ആറന്മുള നമ്മൾ ഉദ്ദേശിക്കുക വിമാനത്താവളത്തിൽ അവിടെ IT മേഖല കൊണ്ടുവരാൻ തന്നെ നിൽക്കുകയാണ്. ഇവിടുത്തെ MP അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. IT പാർക്കുകൾ, അതൊന്നും ഇവിടുത്തെ ഈ 10 കൊല്ലമായിട്ട് ഇവിടുത്തെ MLA ഇതിനൊന്നും നേതൃത്വം കൊടുത്തിട്ടില്ല. ഇവിടെ ആറന്മുള സംബന്ധിച്ച് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് യാതൊരു വികസനവും ഇല്ല. ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഓണമെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങ് നീങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഈ കോഴഞ്ചേരിയിലെ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ പ്രദേശവാസികൾ ഇവിടെ നമ്മളോടൊപ്പം തന്നെ സംബന്ധിച്ചിട്ടുള്ളത്. വരുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFO, LDFO, BJP ആകട്ടെ ഈ കോഴഞ്ചേരിയുടെ അടിസ്ഥാന മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകണം എന്നാണ് ഈ കൂട്ടരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസിന് വേണ്ടി കോഴഞ്ചേരിയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.